കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നയങ്ങളിൽ ഒന്ന് മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടുന്ന ഡീലിമിറ്റേഷൻ പദ്ധതി ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിൽ കേരളവും തമിഴ്നാടും ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാണ്. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകൾ നേരെ 31ആയും കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകൾ നേരെ 12ആയും കുറയും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നാൽ കേരളത്തിലുള്ള CPIM, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPIM തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ്റെ പദ്ധതികളെ, അതായത് MK സ്റ്റാലിൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചുകൊണ്ട് പ്രക്ഷോഭ പരിപാടിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുമ്പോൾ അതിനോട് മുഖം തിരിച്ച് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം പിണറായി വിജയനെ നന്നായി അറിയാം, കേരളത്തിലെ 20 ലോക്സഭാ സീറ്റും അതിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസിലേക്ക്, UDFിലേക്ക് തന്നെയാണ് ഏത് തിരഞ്ഞെടുപ്പിലും വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പിണറായി വിജയന് നന്നായി അറിയാം. CPIMന് ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടില്ല എന്നും അത് മനസ്സിലാക്കി തന്നെയാണ് എന്നാൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറയ്ക്കട്ടെ എന്നുള്ള രീതി അവലംബിക്കാനാണ് കൃത്യമായും പിണറായി വിജയൻ്റെ ശ്രമം എന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നയങ്ങൾ കോൺഗ്രസിനെതിരാണ്. അതായത് കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ കേരളത്തിൽ CPIMന് പറ്റുന്നത്ര BJPയെ സഹായിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന KPCC അധ്യക്ഷൻ സുധാകരൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഓരോ നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറിയാം, കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ CPIMന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കഷ്ടിച്ച് വിജയിച്ചു കയറിയ CPIM അത് നഷ്ടപ്പെട്ടെങ്കിലും ഇത്തവണ ആലത്തൂർ മാത്രമാണ് ജയിച്ചത്. കോൺഗ്രസിൻ്റെ കനിവ് കൊണ്ടാണ് ബാക്കി 3 ലോക്സഭാ സീറ്റുകളും ഇത്തവണ വിജയിച്ചത്. 2024 CPIMന് ദേശീയ തലത്തിൽ ലോക്സഭയിലുള്ളത് 44 ലോക്സഭാ അംഗങ്ങളാണ്. അതിലൊന്ന് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നത് കൊണ്ടാണ് CPIM സ്ഥാനാർത്ഥി അമ്രാറാം വിജയിച്ചത്. അതുപോലെ കൃത്യമായും 2 ലോക്സഭാ സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന് വിജയിച്ചത് കോൺഗ്രസ് സ്റ്റാലിൻ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിച്ചത് കൊണ്ടാണ്. എന്നാൽ കൃത്യമായി CPIMൻ്റെ അജണ്ട എന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും സീറ്റുകൾ കുറയട്ടെ, അങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ സീറ്റുകൾ ദേശീയ തലത്തിൽ കുറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രതികാര ബുദ്ധിയാണ് പിണറായി വിജയനും CPIMനും ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ CPI നേതാക്കൾ സ്റ്റാലിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. DMKയുടെ ശ്രമങ്ങളെല്ലാം തന്നെ കൃത്യമായി ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ളത് തന്നെയാണെന്ന് മനസ്സിലാക്കിയാണ് CPIയുടെ ദേശീയ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്.